ഹിസ് മൈൻഡ് പാർട്ട് 6. ആദിയുടെ വാക്കുകളും പ്രവൃത്തികളും ഒരു നിമിഷം സാറയുടെ കവിളുകളെ രക്തവർണ്ണമുള്ളതാക്കി മാറ്റിയിരുന്നു. മാറിൽ കിടക്കുന്ന താലിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറി. പോയി ഫ്രഷായി വാ, എനിക്കൊരു അർജൻറ്റ് കോളുണ്ട്. ആദ്യം എത്രയും പറഞ്ഞ് അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി. ഒരു നിമിഷം അവൻ പോണത് നോക്കി നിന്ന അവൾ വേഗം തന്നെ ബാത്റൂമിൽ കയറി. എൻ്റെ കർത്താവേ, കുറച്ചു നേരം കൂടി ഇച്ചായൻ അങ്ങനെ തന്നെ ചുംബിച്ച് നിന്നിരുന്നെങ്കിൽ ഞാനങ്ങ് വടിയായി പോയേനെ. എന്തോ ഇച്ചായൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും വല്ലാത്തൊരു വിറയലും വെപ്രാളവുമാണ്. പക്ഷേ നല്ല മനുഷ്യനാണെന്ന് ഐഷോയെ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാനല്ലാതെ വേറൊരു പെണ്ണും ഇനി ഇച്ചായൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയില്ലല്ലോ. അത് കേട്ടപ്പോൾ എത്ര സന്തോഷമായി എന്നോ. സ്വയം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ വേഗം ഫ്രഷ് ആവാൻ തുടങ്ങി. നീലേശ്വരം തറവാട്ടിനടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിലാണ് രഘുരാമനും ജിത്തുവും. ആരും കാണാതെ ആരെയും അറിയിക്കാതെയുള്ള ഒരു ഒത്തുകൂടൽ രണ്ടുപേർക്കും പതിവായിരുന്നു. കയ്യിലെ കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ജിത്തു അവിടെ ഹാളിലെ സോഫയിൽ മലർന്നു കിടന്നു. അകത്തെ മുറിയിൽ നിന്ന് രഘുരാമൻ്റെയും ഒരു വേശ്യസ്ത്രീയുടെയും ഉയർന്ന ചിരിയും സീൽക്കാരങ്ങളും അവൻ്റെ ചെവിയിൽ വന്ന് പതിക്കുന്നുണ്ടായിരുന്നു. പതിവിന് വിപരീതമായി അന്നവൻ ആരുമായും ലയിച്ചിട്ടില്ല. കുറച്ചു നേരത്തിനു ശേഷം അകത്തെ മുറിയിൽ നിന്ന് രഘുരാമനും കൂടെ ചുണ്ടിൽ നിറയെ ചായം പൂശി ഒരു കുട്ടിക്കുപ്പായം ഇട്ട സ്ത്രീയും പുറത്തേക്ക് വന്നു. ഇന്നേക്കിത്ര മതി, ഇത് വെച്ചോ, ഇനി അടുത്ത ആഴ്ച കാണാം. ഹാളിലെ സോഫയിൽ കിടക്കുന്ന ജിത്തുവിനെ വിരൽ കടിച്ചുകൊണ്ട് നോക്കുന്ന അവരുടെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കൊടുത്തുകൊണ്ട് ഗൗരവത്തോടെ രഘു പറഞ്ഞപ്പോൾ അവരാ പണം ആർത്തിയോടെ വാങ്ങിയ ശേഷം അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. വല്ലാത്ത ക്ഷീണം, നന്നായി ഒന്ന് ആർമാദിക്കാൻ സാധിച്ചു. ജിത്തുവിന് മുന്നിലുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് അയാൾ മുന്നിലെ ടേബിളിൽ ഇരിക്കുന്ന സോഡ എടുത്ത് കുടിക്കാൻ തുടങ്ങി. അപ്പോഴും അയാളെ നോക്കാതെ വേറെ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയായിരുന്നു ജിത്തു. നിനക്കെന്തു പറ്റി ജിത്തു? ഒന്നിനും ഒരു മൂഡില്ലാതെ മൗനമായി കിടക്കുന്നത്? അല്ലെങ്കിൽ എന്നേക്കാൾ മുന്നേ പോകുന്നവനായിരുന്നല്ലോ നീ? ജിത്തുവിനെ അടിമുടി നോക്കിക്കൊണ്ട് രഘു ചോദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് അയാളെ നോക്കി. ഇന്നവൻ്റെ കല്യാണമായതുകൊണ്ടാണോ അച്ഛൻ രാവിലെ തന്നെ ഇറങ്ങിപ്പോയത്? ജിത്തു ചോദിച്ചു. അതുകൊണ്ട് തന്നെയാണ്. അവൻ്റെ ജയം അതെനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ആ ഒരു കാര്യം പറഞ്ഞ് അവനെ എത്ര കളിയാക്കിയതാണ് നമ്മൾ. ജിത്തു ചോദിച്ചതിന് മറുപടിയായി പല്ല് കടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അച്ഛൻ ഇറങ്ങിപ്പോയെങ്കിലും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവളെ, ആ ചുവന്ന് തുടുത്തു നിൽക്കുന്ന റോസാപ്പൂ പോലുള്ള സാറ ഏഞ്ചലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അതിന് പോലും അവളെ ഒന്ന് നോക്കാനോ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാനോ പോലും ആ പന്ന ഡാഷ്മോൻ സമ്മതിച്ചില്ല. അവളുടെ കഴുത്തിൽ അവൻ താലി ചാർത്തുന്നത് പകയോട് കൂടെയായിരുന്നു ഞാൻ നോക്കിക്കണ്ടത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ അവളെ നോക്കിയപ്പോൾ അവൻ അവളെ എടുത്ത് മടിയിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നു. ആ സമയത്ത് ദേഷ്യത്തിൽ കൊല്ലേണ്ടതായിരുന്നു ഞാൻ അവനെ. ഉള്ളിലെ മദ്യത്തിൻ്റെയും പിന്നെ ആദിയോടുള്ള ദേഷ്യത്താലും അലറിക്കൊണ്ടായിരുന്നു ജിത്തു പറഞ്ഞത്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രഘു ഒരു നിമിഷം നിശബ്ദനായി. ഇനിയിപ്പോൾ എന്ത് വേണമെന്നാ നീ പറഞ്ഞു വരുന്നത്? അയാൾ അത് ചോദിച്ചപ്പോൾ ക്രൂരമായി ചിരിച്ചുകൊണ്ടവൻ എഴുന്നേറ്റു. അച്ഛൻ ഇതിലൊന്നും ചെയ്യണ്ട. എന്ത് വേണമെന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. ആദ്യം അവളെ, സാറയെ എൻ്റെ പക്ഷത്ത് കൊണ്ടുവരണം. ഞാൻ എവിടെ വിളിച്ചാലും ഒരു മടിയും കൂടാതെ എനിക്കൊപ്പം വരുന്ന രീതിയിൽ അവളെ ഞാൻ കൊണ്ടുവരും. ആ ആദിശേഷന് കിട്ടാവുന്നതിൽ വെച്ച് ഒരു അടാർ പണി തന്നെ ഞാൻ കൊടുത്തോളാം. അവനത് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന രഘുവിൻ്റെ ചുണ്ടിലും ഒരു ക്രൂരത നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. ഞാനൊന്നിനും ഇടപെടുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ നോക്കിയും കണ്ടും ചെയ്തോ. പക്ഷേ ഒരു കാരണവശാലും ആ ആദിശേഷനൊന്നും അറിയാൻ പാടില്ല. രഘു അത് പറയുമ്പോൾ അയാൾക്കുള്ളിൽ ആദിയോടുള്ള ദേഷ്യത്തിൻ്റെ അതേ തോതിൽ ഭയവും ഉണ്ടായിരുന്നു. അച്ഛൻ ധൈര്യമായിരിക്കെ, ഒന്നും സംഭവിക്കില്ല. വാ, ഇപ്പോൾ തന്നെ ലേറ്റായി. ഇനിയും ചെന്നില്ലേൽ ആ അമ്മ പോയി എല്ലാവരോടും വിളിച്ചു പറയും നമ്മളെ കാണുന്നില്ല എന്ന്. കാലിയായ കുപ്പി ഒരു വശത്തേക്ക് എറിഞ്ഞുകൊണ്ട് ജിത്തു പറഞ്ഞപ്പോൾ രഘുവും എഴുന്നേറ്റു. ആ ഡാഷ് മോൾക്കുള്ളത് ഞാൻ അവിടെ വെച്ച് കൊടുക്കാം, വാടാ. ചെറുതായി ഒന്ന് ആടിക്കൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നപ്പോൾ ഗസ്റ്റ് ഹൗസ് പൂട്ടി അയാൾക്ക് പിറകെ ജിത്തുവും നടന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ബ്ലൂ കളറിലുള്ള ചുരിദാർ അണിഞ്ഞ് സാറ ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ അവിടെ ആദിയെ കാണാതെ വന്നപ്പോൾ അവൾ ഒന്ന് ആശ്വസിച്ചു. ബാൽക്കണിയിൽ ഇരിക്കുന്നവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ മിററിന് മുന്നിൽ പോയി നിന്ന് വേഗത്തിൽ തല തുവർത്താൻ തുടങ്ങി. ശേഷം മുടി ഒട്ടാകെ വിടർത്തിയിട്ടുകൊണ്ടവൾ അവിടെ വെച്ചിരിക്കുന്ന ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. ഇതെന്താ ഇച്ചായൻ അവിടെ വെറുതെ ഇരിക്കുന്നത്? ഫോൺ ചെയ്ത് കഴിഞ്ഞെങ്കിൽ വന്ന് കിടന്നൂടെ? ഇനി ഞാനുള്ളത് കൊണ്ടാണോ? എനിക്കും ഇതുപോലെ വലിയ മുറിയിലൊന്നും കിടന്ന ശീലവുമില്ല.
ആകെ ഇതുപോലുള്ള മുറി കാണുന്നത് തന്നെ വെള്ളമോ മറ്റോ കൊടുക്കാൻ മഞ്ജിമ മേഡത്തിൻ്റെ മുറിയിൽ കയറുമ്പോഴാണ്. അല്ലാതെ ഒരനാഥയായ എനിക്കൊക്കെ എങ്ങനെ ഇതുപോലുള്ള മുറി കാണാൻ സാധിക്കും? ഓ, ആലോചിക്കാൻ തുടങ്ങിയാൽ പിന്നെ കാട് കയറിക്കോളും. ഒന്ന് പോയി വിളിച്ചു നോക്കിയാലോ? ദേഷ്യമാവോ? എന്താ ചെയ്യുക? സമയം ഒരുപാടായില്ലേ? നഖം കടിച്ചുകൊണ്ട് ഓരോന്നും പിറുപിറുത്ത് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവൾ. എന്നാൽ ആ നടത്തത്തിൻ്റെ ഇടയിൽ മുറിയിലേക്ക് കയറി വന്ന ആദിയെ അവൾ കണ്ടതുമില്ലായിരുന്നു. ഇവളെന്താ ഈ പിറുപിറുത്ത് കൊണ്ട് നടക്കുന്നത്? വട്ടായോ? അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ഫോൺ ഓഫാക്കി ചാർജിന് വെച്ചു. ആ, എന്തായാലും പോയൊന്ന് വിളിച്ചു നോക്കാം. കുറേ നേരത്തെ നടത്തത്തിനും ചിന്തയ്ക്കുമിടയിൽ സാറ ആദിയെ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ പിന്നിൽ കൈകെട്ടി തന്നെ നോക്കുന്ന ആദിയെ കണ്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൾ തരിച്ചു നിന്നുപോയി. എന്തും നോക്കി നിൽക്കുക? നിനക്ക് ഉറങ്ങാനൊന്നുമില്ലേ? അതോ രാവിലെ വരെ നടക്കാനാണോ തീരുമാനം? അവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ പതിയെ അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് പിന്നെ കിടക്കാൻ എവിടെ? എന്താ, നിനക്ക് കിടക്കാൻ ഈ ബെഡ് പോരാ എന്നുണ്ടോ? അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഗൗരവം ഒട്ടും ഉറയ്ക്കാതെ പറഞ്ഞുകൊണ്ടവൻ അവൾക്ക് നേരെ നടന്നു. അപ്പോൾ അവൻ അരികിലേക്ക് വരുന്നത് കണ്ട സാറ പേടിയോടെ പിറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുക്കം പിറകിലേക്ക് പോയി കൊണ്ടവൾ നേരെ ബെഡിൽ പോയി ഇരുന്നപ്പോൾ അവനൊന്ന് നടത്തം നിർത്തി. സമയം ഒരുപാടായി, നോക്കി നിൽക്കാതെ കയറി കിടക്കാൻ നോക്ക്. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാത്തതിനാൽ അവൾ ബെഡിൻ്റെ ഒരു വശത്തേക്ക് നീങ്ങിക്കിടന്നു. ആ വലിയ ബെഡിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ഡോറിനരികിലേക്ക് നടന്നു. ആദ്യ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരുന്നു രഘുവിനെ താങ്ങി പിടിച്ചുകൊണ്ട് ജിത്തു ആ വഴി പോകുന്നത്. ഡോറിനരികിൽ നിൽക്കുന്ന ആദിയെ കണ്ടപ്പോൾ തന്നെ ജിത്തു ദേഷ്യത്തോടെ അവനെ നോക്കിയപ്പോൾ ആദി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് വാതിൽ വലിച്ചടച്ചു. ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അടി കിട്ടിയതുപോലെ നിന്ന ജിത്തു പിന്നെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം കണ്ണുകൾ അടച്ചുകൊണ്ട് കിടക്കുന്ന സാറ പതിയെ ഒളിക്കണ്ണിട്ട് ആദിയുടെ പ്രവൃത്തികൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡോർ അടച്ച ശേഷം ആദി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി വന്ന് ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച ശേഷം ഇട്ടിരുന്ന ബനിയൻ തലവൈ ഊരിയെടുത്തു. അപ്പോൾ അവൻ്റെ ഉറച്ച ശരീരം കണ്ടപ്പോൾ അതുവരേക്കും അവനെ നോക്കി നിന്ന സാറ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് കിടന്നു. റൂമിലെ ലൈറ്റ് ഓഫാകുകയും പകരം മുറിയിലാകമാനം ഡിം ലൈറ്റിൻ്റെ നേരിയ പ്രകാശം പരക്കുന്നതുമൊക്കെ അറിയുന്നുണ്ടെങ്കിലും സാറ കണ്ണു തുറക്കാനേ നിന്നില്ല. കൈകൾ ഡ്രസ്സിൽ കൊരുത്ത് പിടിച്ചുകൊണ്ടവൾ അങ്ങനെ തന്നെ കിടന്നു. ഇതേ സമയം സാറയെ ഒന്ന് നോക്കിക്കൊണ്ട് ആദ്യം അവൾക്കരികിലായി ചെന്ന് കിടന്നു. എൻ്റെ കർത്താവേ, അറ്റാക്ക് വന്ന് എന്നെ കൊല്ലാനാണോ ഇങ്ങേരുടെ ഉദ്ദേശം? വലിയ ഫുട്ബോൾ കളിക്കേണ്ട സ്ഥലമുള്ള ബെഡാണ്, എന്നിട്ടും സ്ഥലമില്ലാത്തതുപോലെ എന്നോട് ചേർന്ന് കിടക്കുന്നത് എന്തിനാ? മുഖം വീർപ്പിച്ചുകൊണ്ടവൾ മനസ്സിൽ പറഞ്ഞു. എന്നാൽ അവൾ മനസ്സിൽ പറഞ്ഞ ആ സമയം തന്നെ ആദ്യം അവളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവൻ്റെ മേലേക്കിട്ടിരുന്നു. പകച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവനെ നോക്കിയ ആ നിമിഷം തന്നെ അവൻ അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അവളുടെ രണ്ട് കൈയിലും തൻ്റെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ടവൻ അവളെ ചുംബിച്ചു കൊണ്ടിരിക്കുമ്പോൾ എതിർക്കാൻ പോലും ആവാതെ അവൻ്റെ ചുംബന തീവ്രതയിൽ തളർന്നിരിക്കുകയായിരുന്നു സാറ.